ആ വൃത്തികെട്ടവനെ ഇന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും തമാശ പറഞ്ഞല്ല ഇല്ലായ്മപ്പെടുത്തിക്കളയാം. ഇവിടെ ജനങ്ങൾ ബുദ്ധിയും ബോധത്തോടു കൂടി പെരുമാറുന്നു. അതുകൊണ്ട് ഇവൻ മത്സരിച്ച് ഇനി അവനെ പാഠം പഠിപ്പിക്കണം. ഇവനെ ഒന്നുമില്ലാത്ത രീതിയിലാക്കിയിട്ട് ഭാവിയിൽ ഫിറോവിൻ്റെ മ്യൂസിയത്തിൽ ഇപ്പോഴും അവൻ്റെ അവശേഷം അവൻ്റെ ശരീരം നശിക്കാതെ കിടപ്പുണ്ട്. ജയിക്കല 101% ജയിക്കല. ഞാൻ ഇത്രയും കാലം ഞാൻ വോട്ട് തുടങ്ങിയ കാലം പോലെ PC ജോർജ് LDF UDF ഏത് മുന്നണി എന്നാലും PC ജോർജിന് വേണ്ടി മാത്രം വോട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. PC ജോർജ് 10 വർഷം വർക്ക് ചെയ്തവരാണ്. 10 വർഷം വർക്ക് ചെയ്ത് PC ജോർജിനോട് കൊണ്ട് അടികൊണ്ട് പോലീസിന് അടികൊണ്ടുള്ളവനാണ്. അന്ന് പുള്ളി എന്നോട് വർഗീയപരമായിട്ട് സംസാരിച്ച പാർട്ടിയാണ്. ഉമ്രയ്ക്ക് പോരാ കൊറോണ ഉണ്ടാക്കിയത് എന്നോട് അന്ന് പറഞ്ഞ പാർട്ടിയാണ് PC ജോർജ്. പേട്ടക്കാർ എല്ലാം ക്ഷമിക്കുന്നവരും എല്ലാമാണ്. PC ജോർജിൻ്റെ പതനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരിക്കലും PC ജോർജ് ജയിക്കല, ഇവിടെ ജയിപ്പിക്കുകയില്ല. ജയിക്കാനുള്ള അവസരം ആരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം വർഗീയവാദിയാണ്. ഇവിടെ ഈരാട്ടുപേട്ട മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തി മുസ്ലിങ്ങളെ വർഗീയമായി തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജയിപ്പിക്കുന്നത്? ഒരു കാലത്ത് ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം എല്ലാം ഒന്നും നോക്കാതെ ഇവൻ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും പണി കൊടുത്തു. ഇനി BJPക്ക് മത്സരിച്ചാൽ BJPക്കാർക്കും പണി കൊടുക്കുവൻ. അവൻ്റെ ഹൃദയം ചെള്ള. ആദ്യം മുസ്ലിങ്ങളുണ്ടല്ലോ, സ്വന്തം വീട്ടിലെ നാട്ടുകാരനെ പോലെ അവനെ കൈ കോർത്തു കൊണ്ട് നടന്നവനാണ്. ഇപ്പോൾ അങ്ങനെയല്ല കാണിക്കുന്നത്. വർഗീയത ഇളക്കി വിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി നോക്കുക അവൻ. അത് കാരണം PC ജോർജിന് വോട്ട് ചെയ്യുകയല്ല ഞങ്ങൾ. ആദ്യം ഇവിടെ വീടുകളിലൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്വന്തം വീട്ടിലെ പിള്ളേരെ കയറ്റിയിരുന്ന പോലെ അവൻ ഇരുന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. ജയിക്കുകയില്ല. ആ വായന നാക്കുള്ളൂ. വായന നാക്ക് മോശമാണ്. അയാളുടെ വായന നാക്ക് മോശമാണ്. അതുമായിട്ട് എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. പിന്നീട് നമ്മൾ ശത്രുവായി മാറുകയാണ് ചെയ്തത്. അയ്യോ, ആദ്യത്തിൽ എല്ലാ വീട്ടിലും ഒരു അംഗത്വമുള്ള ആളായിരുന്നു ഈരാറ്റുപേട്ടയിൽ. എവിടെയും കയറി ചെല്ലാം ഒരു കുടുംബത്തിലെ അംഗം പോലെയാ പുള്ളി ഈരാറ്റുപേട്ടക്കാർ കണ്ടത്. പുള്ളി പിന്നെ ലാസ്റ്റ് അത് മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാക്കി ഈരാറ്റുപേട്ടക്കാരെ. വർഗീയതയല്ലേ മുഴുവൻ പറയുന്നത്. മുസ്ലിങ്ങളെ അവന് കണ്ടുകൂടല്ലോ. തീരെ മോശമാണ്. മോശമെന്ന് വെച്ചാൽ പ്രവൃത്തി മാത്രം. ആരെയാ പാര വെക്കാൻ പറ്റുന്ന അതിനൊക്കെ അവനെങ്ങനെയും നന്നാകാനാണ് നോക്കുന്നത്. പക്ഷെ ഒരിക്കലും അവൻ നന്നാകില്ല. അവൻ്റെ സ്വന്തം വീട്ടിലെ വോട്ട് പോലും അവന് കിട്ടൂല. ഈരാറ്റുപേട്ടയെന്ന് പറഞ്ഞാൽ PC ജോർജിനെ സ്നേഹിച്ച് കാണുന്ന പോലെ ലോകത്ത് ആരും PC ജോർജിനെ സ്നേഹിച്ചിട്ടില്ല. ആദ്യമൊക്കെ പണ്ട് ഞങ്ങളുടെയൊക്കെ അടുക്കളയിലും മുറ്റത്തൊക്കെ വന്ന് കയറി ഇറങ്ങി നടന്നവനാ ഒരു സമയത്ത്. പക്ഷെ ഇപ്പം അത് അടിച്ചടുത്ത് കയറ്റുക. നിങ്ങളുടെ നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ജനം TV വന്നാൽ പോലും പറയും. ജനം TV വന്നാൽ പോലും മരിക്കാൻ പറയും. ജയിക്കുകയില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം എന്ന് പറയാമോ, അവിടെ ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിങ്ങളും എല്ലാം തന്നെ ഇവൻ ഇതിനു മുമ്പ് ഏതവസ്ഥയായിരുന്നു അതിനേക്കാൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വിടാൻ വേണ്ടിയാണ്. വിടാൻ ഇവൻ്റെ മകനൊരു ഭാവി ഉണ്ടായിരുന്നു. ഇവനും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പിന്നെ സംഘ് ഗ്രൂപ്പിലേക്ക് ഇവനും പോയി. പിന്നെ ഇവിടെ പിന്നെ അതുപോലെ ഇവനെല്ലാ കാര്യങ്ങളിലും ജയിക്കല്ല, ഇവൻ മത്സരിച്ചിട്ട് ഇവിടെ ക്രിസ്ത്യാനികളെ ഒരു കാലത്ത് ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം എല്ലാം ഒന്നും നോക്കാതെ ഇവൻ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും പണി കൊടുത്തു. ഇനി BJPക്ക് മത്സരിച്ചാൽ BJPക്കാർക്കും പണി കൊടുക്കുവൻ. അപ്പോൾ ഇവൻ്റെ മകനക്കും ഭാവി ഉണ്ടായിരുന്നു. അവൻ്റെ ഭാഗ്യം തീർന്നു. ഇവൻ്റെ ഭാവിയിൽ ഫിറോവിൻ്റെ ഒരവസ്ഥയുണ്ട്. മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ഫിറോവിൻ്റെ. അതിൻ്റെ ഭാവി വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവൻ്റെ കൊള്ളരായ്മ. അതുകൊണ്ട് ഭാവി തലമുറയ്ക്ക് പിന്നെ വെച്ച പോലെ ഫിറോവിനെ വെച്ച പോലെ ഇവന് മ്യൂസിയത്തിൽ വെക്കണം. അത് അത്ര ഭാവിൻ്റെ അവസ്ഥ അത്ര വെച്ചാൽ അവൻ കൊടും തീവ്രവാദി. അവൻ വെച്ചാൽ ഒരു കാലത്ത് മുസ്ലിങ്ങളെ വീട്ടിൽ കയറി ഉമ്മാന്നും ഇത്താന്നും എല്ലാം വെച്ച് പരിയമ്പരം പോയി പരിക്കാത്തും കയറി ഭക്ഷണം കഴിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ മോശക്കാരനായിരുന്നു. പണ്ട് ഒരു മൂവാറ്റുപുഴ കേസിൽ കൈവെട്ട് കേസിൽ ഇവൻ ആദ്യം പറഞ്ഞതെന്നറിയാമോ, പിന്നെ ജോസഫ് സാറിൻ്റെ കയ്യിൽ അവൻ്റെ തല വെട്ടിക്കളെന്ന് പറഞ്ഞവനാണ്. ലാസ്റ്റ് പിന്നെ പറഞ്ഞത് അവൻ ഏതോ ചിത്രശക്തികൾ പിന്നെ ഇത് ചെയ്ത് മോശമായി പോയി. അതുകൊണ്ട് രണ്ട് മോഡലാണ് അവൻ്റെ സംസാരം. അവനും കൊള്ളുവല്ല, അവൻ്റെ മകനും കൊള്ളുവല്ല. അതുകൊണ്ട് അവൻ മത്സരിച്ചിട്ട് ഇപ്പം ഒരു കാലത്ത് ഇവൻ്റെ വീട്ടിൽ ഈ PC ജോർജിൻ്റെ വീട്ടിൽ MLA ആയിരുന്നപ്പം 300, 350, 400 പേര് ഡെയിലി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമായിരുന്നു. ഇപ്പം ഇവൻ്റെ വീട്ടിൽ ഒരു മനുഷ്യനും പോകുന്നില്ല. അപ്പോൾ അവൻ്റെ ഭയങ്കര ദയനീയാവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ആരും പോകാത്തതിന് ഒരു കാര്യം പോകുന്നില്ല അന്വേഷിച്ച്. ഇവൻ്റെ പോകുന്ന കുറേ ക്രിസ്ത്യൻകൾ അവൻ്റെ കൂട്ടത്തിൽ സംഘികളായ ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ.
അതുകൊണ്ട് ഇവൻ മത്സരിച്ച് ഇനി അവനെ പാഠം പഠിപ്പിക്കണം. ഇവനെ ഒന്നുമില്ലാത്ത രീതിയിലാക്കിയിട്ട് ഭാവിയിൽ ഫിറോവിൻ്റെ ന്യൂസ് എത്തി ഇപ്പോഴും അവൻ്റെ അവശേഷം അവൻ്റെ ശരീരം നശിക്കാതെ കിടപ്പുണ്ട്. ഇപ്പോഴും ഭാവി തലമുറ എവിടെ ആ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവൻ അങ്ങനെ മത്സരിച്ച് അവൻ ഭാവികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് മത്സരിക്കണമെന്ന് വെച്ചാൽ ഇവന് എല്ലായിടത്തും കൂടും. BJP സ്ഥാനാർത്ഥിയായിട്ട് അവനിവിടെ ചെറുപ്പത്തിൽ അവനെ പെറ്റ് വളർത്തി പകുതി പ്രായമായപ്പോൾ അവനിവിടെ ഇറക്കി വിട്ടതാണ്. ആ വൃത്തികെട്ടവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും തമാശ പറഞ്ഞല്ല ഇല്ലായ്മപ്പെടുത്തിക്കളയാം. പഴയ ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിയും ബോധത്തോടു കൂടി പെരുമാറുന്നു. അത് കാരണം മാത്രം രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ മറ്റൊരു രാജ്യത്താണെങ്കിൽ അവനെ കൊന്നു കളഞ്ഞു. അവനെ ഇവിടെയുള്ള ജനങ്ങൾ വളർത്തി ഇത്രയും വലുതാക്കി അവനെ വിട്ടു. ഒടുവിൽ അവൻ ആ പാർട്ടിക്ക് തന്നെ അടിയും ബഹളവും വെച്ച് അവൻ ഇല്ലാത്ത അനാവശ്യങ്ങളെല്ലാം ഉണ്ടാക്കി അവനിപ്പം ഇവിടെ തീവ്രവാദ കേന്ദ്രം പ്രവർത്തിക്കുന്നു, തീവ്രവാദ കേന്ദ്രം ഉണ്ടാക്കുന്നു. ഇതെല്ലാം പറഞ്ഞവനിവിടെ ഭയങ്കരമായ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈയിടെ പൂഞ്ഞാറ്റിൽ ചെന്ന് അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള പറഞ്ഞ് തീർത്തതുമാണ്. അവനും പിന്നെ ഇവിടുത്തെ MLAയും പിന്നെ ഇവിടുത്തെ MP കൂടി അത് വലുതാക്കി ഇപ്പം ശക്തമായ രീതിയിൽ ഇപ്പോൾ ഉപരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടുത്തിയതുപോലെ ഇരിക്കുക. പൂഞ്ഞാറുകാർക്ക് ഇങ്ങോട്ടും വരാം, വേട്ടക്കാരും അങ്ങോട്ടും ഇവനുണ്ടാക്കിയത് അത് ഈ വൃത്തികെട്ടവനുണ്ടാക്കിയ ഈ പ്രശ്നം മുഴുവനും. ജയിക്കില്ല, 101% ജയിക്കില്ല. ഞാൻ ഇത്രയും കാലം ഞാൻ വോട്ട് തുടങ്ങിയ കാലം പോലെ PC ജോർജ് LDF UDF ഏത് മുന്നണി നിന്നാലും PC ജോർജിന് വേണ്ടി മാത്രം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ഇവിടെ PC ജോർജ് ഒരു മുന്നണിയിലും പെടാതെ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച നാടാണ് പൂഞ്ഞാർ മണ്ഡലം. PC ജോർജ് എന്ന് ഈരാറ്റുപേട്ടക്കാരെ തള്ളിപ്പറഞ്ഞു അന്ന് മുതൽ PC ജോർജിന് പതനമാണ്. PC ജോർജ് 101% ജയിക്കുക എന്ന് 101% അറിയാം. അത് നിർത്തുന്ന മുന്നണിക്കും അറിയാം. വർഗീയതയോ കാരണം ഈരാറ്റുപേട്ട ജനിച്ച് വളർന്ന PC ജോർജ്, പേട്ടക്കാരെ വ്യക്തമായി അറിയാവുന്ന PC ജോർജ്, പേട്ടക്കാർ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ച PC ജോർജ് മാത്രമേ ഉള്ളൂ. ഈ ഒന്നും വേണ്ട, ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറ് നടന്ന് കുട്ടികൾ നടത്തിയൊരു പേക്കൂത്ത്, അതിനെ ഇത്രയും വഷളാക്കിയ PC ജോർജ് മാത്രമാണ്, വേറെ ആരുമല്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി PC ജോർജാണ് ഇത്രയും കാരണം ഇന്ന് പിള്ളേർക്ക് പരീക്ഷ തുടങ്ങിയെന്ന് പിള്ളേർ കുട്ടികളാ വരുന്നുണ്ട്. ഇത് പിള്ളേരുടെ ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാവുന്ന കേസേ ഉള്ളൂ. PC ജോർജിൻ്റെ ചേട്ടൻ ഇവിടെ ഇരാറ്റുപേട്ട മുഹുദ്ദീൻ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ഈ അംഗശുദ്ധി വരുത്താൻ വേണ്ടിയുള്ളൊരു കുളം പോലെ സംഭവമുണ്ട്, ഹൗദെന്ന് പറയും. അതിനകത്ത് വന്ന് കുളിച്ച് ആ വെള്ളം തുറന്നു വിട്ട് അതിനകത്ത് കിടന്ന മീൻ മൊത്തം പിടിച്ചുകൊണ്ട് പോയതാണ്. അന്ന് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ അതിൻ്റെ നേതൃത്വം പറഞ്ഞ് അത് നമുക്ക് പ്രശ്നമാക്കണ്ട, അത് വിട്ട് കളയാം എന്ന് വിട്ട്. അത് അന്ന് വർഗീയത വരികയായിരുന്നെങ്കിൽ ഏറ്റവും വലിയ വർഗീയതയാണ്. അത് പേട്ടക്കാർ എല്ലാം ക്ഷമിക്കുന്നവരും എല്ലാമാണ്. PC ജോർജിൻ്റെ പതനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരിക്കലും PC ജോർജ് ജയിക്കില്ല, ഇവിടെ ജയിപ്പിക്കുകയില്ല. PC ജോർജിന് എന്ത് പറയാൻ? ഒന്നും പറയാനില്ല അവനെക്കുറിച്ച്. ഈരാറ്റുപേട്ടക്കാരാണ് അവനെ ഇത്രയും വളർത്തിയത്. അവനെ ഈ മണ്ഡലത്തിൽ നിർത്താൻ കാരണം VM കരീം സാഹിബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് ആ പുള്ളിനെ ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ MLA ആയിട്ട് മത്സരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ആൾ. അത്രയും വേണ്ട. ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല അന്ന്. പിന്നെ VM കരീം സാഹിബ് ലീഗിൻ്റെ വലിയ നേതാവായിരുന്നു ഈരാറ്റുപേട്ടയിലെ. ആ മനുഷ്യനെല്ലാം കൂടിയാണ് PC ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. ജയിക്കാറായി PC ജോർജ്. കാരണം നല്ലൊരു MLA ആയിരുന്നു, നല്ലൊരു അഭിപ്രായമുള്ള MLA. ഞങ്ങൾക്ക് ഇത് കൂട്ടി MLA കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. സത്യമായിട്ട് പറയാൻ ഈ പുള്ളി ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പോലെ ചെയ്തിട്ടുള്ളൂ. ഈ പൂഞ്ഞാറ് മണ്ഡലത്തിന് PC ജോർജ് ചെയ്തിട്ടുള്ളൂ. ഈ കുളത്തെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം വർഗീയപരമായിട്ടിപ്പം 5 വർഷത്തോളമായി വർഗീയപരമായിട്ട് പ്രവർത്തിക്കുന്ന PC ജോർജ് MP അല്ല MLA അല്ല ആരായാലും ഇനി ഇവിടെ ജയിക്കില്ല. ഈ പൂജാറുകൊണ്ട് ഒട്ടും ജയിക്കാതെ കേരളത്തിൽ ജയിക്കുകയില്ല. ആലോചിക്കണ്ട. BJPക്ക് പ്രദേശപരമായിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. അത് അവിടെ കൊണ്ട് PC ജോർജ് ജയിക്കാനാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം, പുള്ളിയുടെ പ്രവൃത്തി അങ്ങനെയായിപ്പോയി. പരസ്യമായ വർഗീയതയായി. മനുഷ്യൻ വർഗീയത കൊണ്ട് എല്ലാവർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും വർഗീയത. പരസ്യമായിട്ട് വർഗീയത പ്രവർത്തിച്ച PC ജോർജ് മാത്രമേ ഉള്ളൂ.
ഞാൻ PCR 10 വർഷം വർക്ക് ചെയ്തവരാണ്. 10 വർഷം വർക്ക് ചെയ്ത് PCR കൊണ്ട് അടികൊണ്ട് പോലീസിന് അടികൊണ്ടുള്ളവനാണ്. അതോടെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധം ലഭിതന കേസ് എന്ന് പറയും. PCR ചോദിച്ചാൽ ഇപ്പോഴും അറിയാം. എന്നോട് പോലും PCR പറഞ്ഞ് ഞാനൊരു ആവശ്യപരമായിട്ട് 10 വർഷം ഈ അടുത്ത കാലത്ത് PCR വീട്ടിൽ ചെല്ലുകയും PCR കാണുകയും ചെയ്തതാണ് എൻ്റെ വണ്ടി സംബന്ധമായ പ്രശ്നത്തിൽ. അന്ന് പുള്ളി എന്നോട് വർഗീയപരമായിട്ട് സംസാരിച്ച പാർട്ടിയാണ്. ഉമ്രയ്ക്ക് പോരാ കൊറോണ ഉണ്ടാക്കിയത് എന്നോട് അന്ന് പറഞ്ഞ പാർട്ടിയാണ് PCR. എന്നോട് അന്ന് നാട്ടുകാർ പറഞ്ഞ് പോകരുത്, നിൻ്റെ വണ്ടി കിടന്ന് നശിച്ചു പോകാനും പോട്ടെ എന്ന് പറഞ്ഞു. PCR ഇറക്കി തന്നില്ല. എന്നാലും ഞാൻ 10 വർഷം പുള്ളിക്കോട്ട് വർക്ക് ചെയ്തവനാണ്. ഞാൻ സൂര്യ തിയേറ്റർ മുട്ടവക്കൻ എന്ന് പറഞ്ഞ പാർട്ടിയും അന്ന് ഈ PCR വർക്ക് ചെയ്തവനാണ്. സുൽത്താൻ മരിച്ചുപോയി, പുള്ളിയുടെ PA സുൽത്താൻ മരിച്ചുപോയി. ഈ മുട്ടവക്കരോടും എന്നോടൊക്കെ ചോദിച്ചാൽ അറിയാം. മുട്ടവക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യത്തിനുള്ള വക്കച്ചൻ, സൂര്യത്തിൽ നടന്ന വക്കച്ചൻ, ഞാനൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. വക്കച്ചൻ ചോദിച്ചൊക്കെ അറിയാം. 10 വർഷം വർക്ക് ചെയ്തവനാണ്. PCR വേണ്ടി തന്നെ മരിച്ച് ജീവിച്ച പാർട്ടിക്കാരാണ്. ഇല്ല, ഇത് സംശയമില്ല. ആ കാര്യം നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ നല്ല ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ജനം TV വന്നാൽ പോലും പറയും, ജനം TV വന്നാൽ പോലും ഞാൻ മരിക്കാൻ പറയും. ജയിക്കുകയല്ല. അങ്ങ് സംഭവം ഉണ്ടായാലും നല്ലൊരു മനുഷ്യനായിരുന്നു. ആ പുള്ളി ഇന്ന് ആരായിരുന്നറിയാം? അവിടെ വർഗീയെന്ന് പറയുന്ന സംഭവം പുള്ളി ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ പുള്ളി ഇന്ന് ആരായിരുന്നു ഇവിടെ നിന്ന് അറിയാമോ? അതുകൂട്ടർ MLA ആയിരുന്നു, അതുകൂട്ടർ MP ആയിരുന്നു പുള്ളി. ആ മകനെയും കൂടി നശിപ്പിച്ച് വളഞ്ഞല്ലെന്ന് ഓർത്താൽ ഞങ്ങൾക്ക് ദുഃഖമുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക്. PC ജോർജ് ഈരാറ്റുപേട്ടയിൽ പോയാൽ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ജയിക്കുകയില്ല. ജയിക്കാനുള്ള അവസരം ആരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം വർഗീയവാദിയാണ്. ഇവിടെ ഈരാറ്റുപേട്ടയെ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന വ്യക്തി മുസ്ലിങ്ങളെ വർഗീയമായി തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജയിപ്പിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂഞ്ഞാറിലെ പിള്ളേരെ, പാവപ്പെട്ട പിള്ളേരെ, നാളെ പരീക്ഷ ആ പിള്ളേരെ പിടിച്ചകത്തിട്ടിരിക്കുക. അതിന് മെയിൻ മുൻതൂക്കം കൊടുത്ത PC ജോർജും മകനുമാണ്. അല്ലെങ്കിൽ ബെല്ലടിച്ച് ആൾക്കാരെ വരുത്തിയതും അച്ഛന്മാർ വരെ പറഞ്ഞത് അവിടെ കൊണ്ട് തീരട്ടെ എന്ന് പറഞ്ഞാണ്. അത് PC ജോർജിനെ ഇളക്കി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ PC ജോർജിനെ എങ്ങനെ ജയിപ്പിക്കുന്നത്? അതുപോലെ ആരെയും PC ജോർജിനെ മറ്റേ വ്യക്തമായിട്ട് നിങ്ങൾ PC ജോർജിനെ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് PC ജോർജിനെ മാത്രം പറയുന്നു. PC ജോർജ് ഒട്ടും ജയിക്കുകയില്ല. പിന്നെ ഇവിടെ അടുത്ത 2 കക്ഷികളാണ് മത്സരിക്കുന്നത്. അവരെല്ലാവരും ജയിക്കുന്നത് ഒന്നൊന്നര നോക്കുക. പഴയ PC ജോർജ് പക്കല്ല, നല്ല PC ജോർജ് ആയിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ടാണ് PC ജോർജ് മുസ്ലിങ്ങളെ തെറി പറഞ്ഞും ഇതായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വിഷയമായത്. അല്ലെങ്കിൽ ഈ PC ജോർജ് ഇന്നിപ്പോൾ ആരായനെ? ഇവിടുത്തെ മന്ത്രിയായനെ. PC ജോർജ് വർഗീയത പറഞ്ഞ് മുസ്ലിങ്ങളെ തെറി പറഞ്ഞ് വന്നതുകൊണ്ടാണ് ഇത്രയായിപ്പോയത്. ജയിക്കുകയില്ല, ഇപ്രാവശ്യം ജയിക്കുകയില്ല. അത് ഉറപ്പല്ലേ? PC ജോർജ് ജയിക്കുകയില്ല ഉറപ്പ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവനെ മനസ്സിലിരിപ്പുണ്ട്. അവൻ്റെ ഹൃദയം ചെള്ള. ആദ്യം മുസ്ലിങ്ങളുണ്ടല്ലോ, സ്വന്തം വീട്ടിലെ നാട്ടുകാരനെ പോലെ അവനെ കൈ കോർത്ത് കൊണ്ട് നടന്നവനാണ്. ഇപ്പോൾ അങ്ങനെയല്ല കാണിക്കുന്നത്. വർഗീയത ഇളക്കി വിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി നോക്കുക അവൻ. അത് കാരണം PC ജോർജിന് വോട്ട് ചെയ്യുകയല്ല ഞങ്ങൾ. ഒരു മാറ്റമില്ല ആ കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ PC ജോർജ് ചള്ളവനായതുകൊണ്ട്. അത് തന്നെ. ആദ്യം ഇവിടെ വീടുകളിലൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സ്വന്തം വീട്ടിലെ പിള്ളേരെ കയറ്റിയിരുന്ന പോലെ അവൻ ഇരുന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു ആർക്കും. അന്നേരം നാട്ടുകാർക്കും അവനും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. വർഗീയത ഇളക്കി വിടാൻ വേണ്ടി ഞങ്ങൾക്കിട്ട് കുത്താൻ വേണ്ടി നടക്കുക. എവിടെയും പരാതിയുമായിട്ട് പോവുക. ഈ പൂഞ്ഞാറ് പ്രശ്നം തന്നെ ഈ പെരുപ്പിച്ചു കൊണ്ടുവരുന്നത് ഒരാവശ്യമുള്ള സംഗതിയല്ല. ആദ്യം നല്ല മനുഷ്യനായിരുന്നു, ആദ്യം ഉപകാരിയായിരുന്നു. അത് ആദ്യവും അവസാനവും പറയുന്നുണ്ട്. ആദ്യം നല്ലവനായിരുന്നു. ഇപ്പോൾ ജയിക്കാൻ കൊള്ളുകയില്ല. ജയിക്കുകയില്ല. ജയിക്കലെന്ന് പറഞ്ഞാൽ ചള്ളനാവുണ്ട്. ഇനി ജയിക്കില്ല. പൂഞ്ഞാറ് കൊണ്ടു ജയിക്കില്ല. തീരെ ഒട്ടും ജയിക്കൂല തന്നെയല്ല, ഒരു ജനപിന്തുണയുള്ള ആളല്ല. ഇപ്പം ആരും നല്ലവനായിരുന്നു ഒരു സമയത്ത്. ഇപ്പം തീരെ അവശതയായി. മോശമെന്ന് വെച്ചാൽ മൊത്തം ഞങ്ങളുടെ ആൾക്കാർ മുഴുവനും അവൻ ചീത്ത പറഞ്ഞും ഞങ്ങളുടെ ആൾക്കാരെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. പിന്നെ അവനെ ഇപ്പം മറ്റുള്ളവരുടെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുമോ? ആരെങ്കിലും ജയിപ്പിക്കില്ല. കാരണം അവനെ അത് കൂട്ട് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ. ആദ്യമൊക്കെ നല്ലവരായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഈ കുറ്റിപ്പാറ സ്കൂളിലൊക്കെ ഞങ്ങൾ പഠിച്ചവരാ ഒന്നിച്ച്. പക്ഷെ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പം തീരെ മോശമാണ്. മോശമെന്ന് വെച്ചാൽ പ്രവൃത്തി മാത്രം. ആരെയാ പാര വെക്കാൻ പറ്റുന്ന അവരൊക്കെ അവനെങ്ങനെയും നന്നാക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഒരിക്കലും ഓൻ നന്നാകില്ല. അവൻ്റെ സ്വന്തം വീട്ടിലെ വോട്ട് പോലും അവന് കിട്ടൂല. പിന്നെ വേറെ പറയാൻ അവൻ സ്വന്തം വീട്ടിലെ വോട്ട് പോലും കിട്ടൂല. എന്തുകൊണ്ടാണ് അവൻ്റെ കയ്യിരിക്കുന്ന പ്രവൃത്തി? അതുകൊണ്ടിട്ട് കയ്യിരിക്കുന്ന പ്രവൃത്തി കൊണ്ടിട്ട് വർഗീയതയല്ലേ മുഴുവൻ പറയുന്നത്. മുസ്ലിങ്ങളെ അവന് കണ്ടുകൂടല്ലോ. മുസ്ലിങ്ങളെ വോട്ട് വേണ്ടെന്നല്ലേ അവൻ പറയുന്നത്. പിന്നെ അങ്ങനെ വർഗീയവനെ ഇവിടെ നിന്ന് വീടായിട്ട് ആദ്യമൊക്കെ പണ്ട് ഞങ്ങളുടെയൊക്കെ അടുക്കളയിലും മുറ്റത്തൊക്കെ വന്ന് കയറി ഇറങ്ങി നടന്നവനാ ഒരു സമയത്ത്. പക്ഷെ ഇപ്പം അത് അടിച്ചടുത്ത് കയറ്റൂല. കാരണം കയ്യിരിപ്പം അങ്ങനെയാണ്. ഇപ്പം പിന്നെ എങ്ങനെയാണ്
ഞങ്ങളൊക്കെ വന്ന കാര്യം ഈ കുറ്റിപ്പാറ സ്കൂളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഒരിക്കലും ജയിക്കില്ല. ജയിക്കുകയില്ല. വർഗീയത പറഞ്ഞാൽ ജയിക്കുമോ എവിടെയെങ്കിലും? അതാരും ജയിക്കുകയില്ല. നല്ല രീതിയിലാണെങ്കിൽ പി സി ജോർജ് ഇവിടെ ജയിച്ചു പോകേണ്ടതാണ്. ഈ വർഗീയത പറയുന്നതുകൊണ്ടാണ് പി സി ജോർജ് ജയിക്കാത്തത്. പുള്ളിക്ക് നല്ല രാഷ്ട്രീയ നിലപാടൊക്കെ പണ്ടുണ്ടായിരുന്ന, പെട്ടെന്നൊരു ദിവസം സ്ഥാനമാന മോഹങ്ങൾ പോലെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇവിടെ ഒരു കോൺഗ്രസ് ഭൂരിപക്ഷ മണ്ഡലമല്ലേ, അവിടെ പി സി ജോർജ് നിന്നാൽ ജയിക്കുമോ? ജയിക്കാൻ പാടായിരിക്കും. അത് ഓരോരുത്തരുടെ ഓരോ രാഷ്ട്രീയ ഇതല്ലേ, നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ജയിക്കുകയില്ല. നോ, ജയിക്കുകയില്ല. ആ വായിലെ നാക്ക് ഉള്ളി അയാൾ. വായിലെ നാക്ക് മോശമാണ്. അയാൾ വായിലെ നാക്ക് മോശമാണ്. അത് കാരണം എന്താ ഞാൻ തന്തയ്ക്ക് പറയാൻ, ആരും തന്തയ്ക്ക് പറയും. അത് തന്നെ അഹങ്കാരത്തിന് കുറവില്ല. പഴയ പി സി ജോർജ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടും മിടുക്കനായവനാണ്. പിന്നെ അഥവാ തന്തയ്ക്ക് ഇരുന്ന മരം മുറിക്കാൻ തുടങ്ങി. അല്ലേ, ഇരുന്ന മരം തന്നെ അവൻ തന്നെ മുറിക്കാൻ തുടങ്ങി. അത് തന്നെ കാണണം. മെയിൻ ജയിക്കുകയില്ല. എവിടെ നിന്ന് ജയിക്കാൻ? ജയിക്കത്തില്ല. ഇനി വേറെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ അത് ജയിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുള്ളി എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടിരുന്ന ആളാ. ഇപ്പം അങ്ങനെ അല്ല, ഇച്ചിരി വർഗീയത ഉണ്ട്. അതാ കാരണം. ബി ജെ പിയിൽ അത് വേറെ രണ്ടിടത്തും ചാൻസ് ഇല്ലാഞ്ഞിട്ട് പോയതാ. സാധ്യത കുറവാ. മത്സരം നടക്കും. അയ്യോ, ആദ്യത്തിൽ എല്ലാ വീട്ടിലും ഒരു അംഗത്വമുള്ള ആളായിരുന്നു ഈരാറ്റുപേട്ടയിൽ. എവിടെയും കയറി ചെല്ലാം ഒരു കുടുംബത്തിലെ അംഗം പോലെയാ പുള്ളി ഈരാറ്റുപേട്ടക്കാർ കണ്ടത്. പുള്ളി പിന്നെ ലാസ്റ്റ് അത് മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാക്കി ഈരാറ്റുപേട്ടക്കാരെ. അതിലെല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് വേദനയുണ്ട്. പുള്ളി വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും കയറി ചെല്ലാനും പറക്കാനും അതിൽ ഇടപെടാനും അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആ പുള്ളി നേരെ ഇപ്പം പിന്നെ മുസ്ലിങ്ങളെ ഒരു വെറുക്കുന്ന രീതിയായി മാറി. എനിക്കൊരു ഒന്നുമില്ല, നമ്മുടെ അയൽവാസിയാണ്. ഒരഭിപ്രായമില്ല. എനിക്ക് ആരും അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം അഭിപ്രായം പറയാം പുള്ളിയെ പറ്റി. എനിക്ക് ആരും അഭിപ്രായമില്ല, എനിക്കൊന്നും പറയാനുമില്ല. ഇപ്പോൾ എങ്ങനെയാ നാട്ടുകാർക്കെല്ലാം കൊള്ളുക, നമ്മുടെ കുഴപ്പമാണോ? ആ പത്തനംതിട്ട മണ്ഡലത്തിൽ 8 നിലയിൽ പി സി ജോർജ് പൊട്ടും. 3-ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ ആദ്യകാലങ്ങളിൽ പി സി ജോർജിനെ നമ്മൾ മരിച്ച വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും എപ്പോൾ വേണേൽ കയറി ചെല്ലാവുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈരാറ്റുപേട്ടയിൽ അല്ല ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ പ്രാവശ്യം 8 നില പൊട്ടും. അതേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഈരാറ്റുപേട്ടയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. കുറേ നാളാക്കി വർഗീയത പറഞ്ഞ് ഈരാറ്റുപേട്ട തമ്മിലടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നോക്കുക. അദ്ദേഹം ജയിക്കേല. അതിൻ്റെ വർഗീയത പറയുന്നതുകൊണ്ട് ജയിക്കേല. അങ്ങനെ പറയുന്ന പി സി ജോർജ് ജയിക്കേല. വർഗീയത പറയുന്നത് കൊണ്ടും അതുപോലെ തന്നെ പുള്ളി ഇവിടെ ഒരു നേതൃത്വം നല്ല രീതിയിൽ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ല. സംശയമൊന്നുമില്ല ഇതിന്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായിട്ട് പി സി ജോർജിനെ ജനങ്ങൾ വളരെ മോശമായ അഭിപ്രായമായി പലയിടത്തും പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നാട്ടുകാരുടെ അഭിപ്രായവും വലിയ അഭിപ്രായമില്ലാത്ത രീതിയാണ് അറിയുന്നത്. ജയിക്കുകയില്ല. അദ്ദേഹത്തിന് താൽക്കാലികമായ സ്വഭാവ മാറ്റം കൊണ്ട് അദ്ദേഹമായിട്ട് എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. പിന്നീട് നമ്മൾ ശത്രുവായി മാറുകയാണ് ഇത്. ഒരു സഹതാപം പറയാനുള്ളൂ. ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമം, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമം നമുക്ക് ഉണ്ടല്ലോ, അതാ പറയാനുള്ളത്. ജയിക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ രീതി കൊണ്ട്, പുള്ളിയുടെ മറ്റുള്ള സ്വഭാവമൊക്കെ കൊണ്ട്. കാരണം അങ്ങനെയാണ് എല്ലാവരും, ഞങ്ങളിവിടെ പോലുള്ളവരെല്ലാവരും നല്ലതുപോലെ പൊക്കിക്കൊണ്ട് നടന്നയാളാണ്. ഇവിടുത്തെ രീതി അങ്ങനെയാണിപ്പോൾ ഈരാറ്റുപേട്ട സംബന്ധിച്ച്. ജയിക്കാൻ സാധ്യത കുറവാണ്. അയാളുടെ പെരുമാറ്റം കൊണ്ട് എത്ര പറയാം. അയാളുടെ പെരുമാറ്റം കൊണ്ട് സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്വഭാവം മോശം, നാക്ക് ശരിയല്ല, അത് തന്നെ കുഴപ്പം. നാക്ക് ഇവിടെ അയാളുടെ വർത്തമാനം വളരെ മോശമായതുകൊണ്ട് അയാൾ ജയിക്കാൻ സാധ്യത കുറവാണ്. അത് ജനങ്ങളുടെ ഇടയിൽ അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ജയിക്കുമെന്ന് തോന്നുന്നില്ല. എന്നോടൊന്നും ആർക്കും വലിയ താല്പര്യമില്ല ഇപ്പം.
അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. താല്പര്യമില്ലാതെ പുള്ളിയുടെ പിന്നെ സംസാരം കൊണ്ടും കാര്യങ്ങളും കൊണ്ടും പുള്ളി ഇടപെടൽ കൊണ്ടും ആർക്കും വലിയ താല്പര്യം തോന്നുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്, ഞാനും അങ്ങനെ പറയുന്നത്. ജയിക്കാൻ ചാൻസ് ഇല്ല, ഒരു ചാൻസും ഇല്ല. അങ്ങനെയാണ് പുള്ളിയുടെ നിലപാടുകൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജയിക്കുമല്ല. വർഗീയത നിലവിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ജയിക്കാൻ പാടാണ്. കാരണം ഇവിടെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, വർഗീയത മാത്രം കാണിക്കുന്നു. അതുകൊണ്ട് കാര്യം പഴയ സിയോറിജും ഇവിടെ മുസ്ലിങ്ങളെ കയ്യിൽ താലോലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, എടുത്ത് മടി വിളിച്ച് നടക്കുന്ന രീതിയിലായിരുന്നു. അതെല്ലാം തട്ടി മറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇല്ല, അതൊന്നുമില്ല. ജയിക്കുകയല്ല. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളാണ് പി സി ജോർജ്. അത് കാരണം ഇവിടുത്തെ ജനങ്ങളാരും പി സി ജോർജിന് വോട്ട് ചെയ്യുകയില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ TV ചാനലുകളെല്ലാം വായിച്ചല്ലോ, പി സി ജോർജിൻ്റെ അധികപ്രസംഗം. അങ്ങനെ തന്നെ പറയാൻ വേണേ, ഞങ്ങളെ തരം താഴ്ത്തി പറഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ് പി സി ജോർജ്. അത് കാരണം തന്നെയാണ് പറയുന്നത് പി സി ജോർജ് ജയിക്കാൻ ചാൻസ് കുറവാണ്. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് പി സി ജോർജിനെ സ്നേഹിച്ച് കാണുന്ന പോലെ ലോകത്ത് ആരും പി സി ജോർജിനെ സ്നേഹിച്ചിട്ടില്ല. പി സി ജോർജ് പല ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് പോകുക. അല്ല മറ്റു വിഷയങ്ങളൊന്നുമില്ല. അല്ല വേറെ പി സി ജോർജ് പ്രത്യേകിച്ച് വ്യക്തികാർ കരുവൊന്നുമില്ല. അങ്ങനെ ജയിക്കാൻ ബുദ്ധിമുട്ട്.